ഹായ് എവറി വൺ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് സർജറിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് നമ്മൾ ബ്രസ്റ്റ് കേസസ് ഒക്കെ ക്ലിനിക്സിൽ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നൊരു ടേമാണ് മാമോഗ്രഫി. എന്താണ് ഈ ശരിക്കും മാമോഗ്രഫി? അതിൻ്റെ ഒരു ഇത് തിയറി എക്സാമിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്, അതുപോലെ വൈവക്കും ഇത് ചോദിക്കാം. അപ്പം അതിനെക്കുറിച്ചൊരു ഐഡിയ തരാനാണ് ഇന്നത്തെ എൻ്റെ പ്ലാൻ. അപ്പോൾ നമുക്കിത് മാമോഗ്രഫി നോക്കാം. എന്താണ് മാമോഗ്രഫി? മാമോഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്ലെയിൻ എക്സ്റേ ഓഫ് സോഫ്റ്റ് ടിഷ്യൂ ഓഫ് ബ്രസ്റ്റ് യൂസിങ് ലോ വോൾട്ടേജ് ആൻഡ് ഹൈ ആംബ്രേജ് എക്സ്റേ. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്ലെയിൻ എക്സ്റേ ആണ്. എന്തിനെടുക്കുന്നത്? മെയിനായിട്ട് സോഫ്റ്റ് ടിഷ്യൂ ഓഫ് ബ്രസ്റ്റിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു എക്സ്റേ ആണ് പ്ലെയിൻ എക്സ്റേ. ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ലോ വോൾട്ടേജ് ഉള്ള ഹൈ ആംബ്രേജ് ഉള്ള എക്സ്റേ ആണ്. അതുപോലെ 2 ഫിലിംസ് ആണ് എടുക്കുന്നത്. ഒന്ന് ക്രേനിയോ കോഡൽ, രണ്ടാമത്തത് മീഡിയോ ലാറ്ററൽ. ക്രേനിയോ കോഡൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ഹെഡ്, കോഡൽ നമ്മുടെ താഴത്തെ പോർഷൻ. അപ്പം ഫ്രം എബവ് ടു ഫ്രം എബവ് ഡൗൺവേർഡ് ആൻഡ് മീഡിയോ ലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഫ്രം സൈഡ് ടു സൈഡ്. ഇതാണ് 2 ഫിലിംസ് എടുക്കുന്നത്. അതുപോലെ നമുക്കറിയാം ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് 0.1 ഗ്രേ ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ചെറിയ ലോ ഡോസാണ്, അതായത് വളരെ ചെറിയ ഡോസാണ്. അപ്പോൾ അതെന്തുണ്ടാക്കണില്ല, ഇറ്റ്സ് സേഫ് ആൻഡ് എഫക്റ്റീവ് പ്രൊസീജിയേഴ്സ്. യാതൊരു തരത്തിലുള്ള അധികം എക്സ്പോഷേഴ്സ് ഒന്നും വരുന്നില്ല, അത് സേഫാണ്, കാരണം ലോ ഡോസാണ്. ഇതാണ് നമ്മുടെ മാമോഗ്രഫി. ഈ മാമോഗ്രഫിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതൊരു മാലിഗ്നന്റ് മാസാണ്, ബിനൈൻ മാസാണ്. ഇങ്ങനെയാണ് ഒരു എന്ത് കാണപ്പെടുന്നത്, ഒരു നമ്മുടെ ബ്രസ്റ്റ് മാമോഗ്രഫിയിൽ കാണപ്പെടുന്നത്. നമുക്കിവിടെ അപ്പം നമുക്ക് എഴുതി വെക്കാം എങ്ങനെയാണ് ബിനൈൻ കാണുന്നത്, എങ്ങനെയാണ് മാലിഗ്നന്റ് കാണുന്നത് എന്നൊക്കെ. അതായത് ബിനൈൻ കേസസിൽ നിങ്ങൾക്ക് ഇവിടെ അറിയാം മൈക്രോ, അതായത് ബിനൈൻ ആണെങ്കിൽ മാക്രോ കാൽസിഫിക്കേഷൻസ് കാണാൻ പറ്റും. അതായത് ഇങ്ങനെ ഇവിടെ വലിയ വലിയ കാൽസിഫിക്കേഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതായത് അത് ഗ്രേറ്റർ ദാൻ 0.5 millimeters ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം മാലിഗ്നന്റ് ആണെങ്കിൽ മൈക്രോ കാൽസിഫിക്കേഷൻ ആണ് കാണുന്നത്. അതായത് ഇങ്ങനെ കുഞ്ഞി ഇങ്ങനെ മൈക്രോ കാൽസിഫിക്കേഷൻസ് കാണും. അതായത് ലെസ് ദാൻ 0.5 millimeters. മനസ്സിലായല്ലോ. അതുപോലെ ഇനി ഒപ്പാസിറ്റി നോക്കാം. നമ്മളിവിടെ കാണുന്ന എന്താണ് ശരിക്കും ഒപ്പാസിറ്റീസ് ആണ്. അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ബിനൈൻ കേസിലാണ് കണ്ട റെഗുലർ മാർജിനാണ്. എന്താണ്? റെഗുലർ മാർജിനാണ്. അതുപോലെ തന്നെ ഹോമോജീനസ് ആണ്, ലോ ഡെൻസിറ്റി ആണ്, തിൻ ഹാലോ ആണ്. ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെക്കുക. റെഗുലർ മാർജിനാണ്, ഹോമോജീനസ് ആണ്, ലോ ഡെൻസിറ്റി ആണ്, തിൻ ഹാലോ ആണ്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് കണ്ട, ഇറഗുലർ മാർജിനാണ്, ഹെറ്ററോജീനസ് ആണ്, ഹൈ ഡെൻസിറ്റി ആണ്, അതുപോലെ തിക്ക് ഹാലോ ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഓർത്ത് വെച്ചാൽ മതി. അതായത് ബിനൈൻ കണ്ടീഷൻസ് ആണെങ്കിൽ റെഗുലർ മാർജിൻ ആയിരിക്കും, ഹോമോജീനസ് ആയിരിക്കും, ലോ ഡെൻസിറ്റി ആയിരിക്കും, തിൻ ഹാലോ ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം മാലിഗ്നൻ്റ് ആണെങ്കിൽ ഇറഗുലർ ആയിരിക്കും, ഹെറ്ററോജീനസ് ആയിരിക്കും, ഹൈ ഡെൻസിറ്റി ആയിരിക്കും, തിക്ക് ഹാലോ ആയിരിക്കും. എന്തിന്? ഒപ്പാസിറ്റിക്ക്. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തതാണ് ബ്രസ്റ്റ് ഇമേജിംഗ് റിപ്പോർട്ടിംഗ് ആൻഡ് ഡാറ്റ സിസ്റ്റം, ബിറാറ്റ്സ് എന്ന് പറയും. ഇതെന്തായാലും വൈവക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം ഇതൊന്ന് അറ്റ്ലീസ്റ്റ് നോക്കാം. ഇത് ജസ്റ്റ് ഗ്രേഡാണ്. അതായത് ഗ്രേഡ് 0, ഗ്രേഡ് 1, 2, 3, 4, 5, 6. അതായത് ഗ്രേഡ് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നീഡ് ഫെർദർ ഇമേജിങ്. എന്താണ് നീഡ് ഫെർദർ ഇമേജിങ്? അതായത് ഫെർദർ ആയിട്ടുള്ളൊരു ഇമേജിങ് ആവശ്യമാണ്. ഗ്രേഡ് 1 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. ഗ്രേഡ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിനൈൻ ആണ്, പക്ഷേ റിപ്പീറ്റ് മാമോഗ്രഫി ആഫ്റ്റർ 1 year. ഗ്രേഡ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലി ബിനൈൻ ആണ്, മാമോഗ്രഫി ആഫ്റ്റർ 6 months. ഗ്രേഡ് 4 എന്ന് പറഞ്ഞാൽ സസ്പീഷ്യസ് ഓഫ് കാർസിനോമ, അതായത് ബയോപ്സി എടുക്കണം. അതായത് നമ്മൾ കാർസിനോമേനെ നമ്മൾ സസ്പെക്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബയോപ്സി എടുക്കണം. ഗ്രേഡ് 5 എന്ന് പറഞ്ഞാൽ എന്താ? ഹൈലി സജസ്റ്റീവ് ഓഫ് കാർസിനോമ. അതായത് നമ്മൾ ക്ലിനിക്കലി നമുക്ക് കുറേ സൈൻസ് ഓഫ് കാർസിനോമ കാണാൻ പറ്റും. ലൈക്ക് പ്യൂഡി ഓറഞ്ച് കാണാൻ പറ്റും, നമുക്ക് ഭയങ്കര റിട്രാക്ഷൻ ഓഫ് നിപ്പിൾസ്, അങ്ങനെ അൾസറേഷൻസ്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഹൈലി സജസ്റ്റീവ് ഓഫ് കാർസിനോമയാണ്. ഗ്രേഡ് 6 എന്ന് പറഞ്ഞാൽ നോൺ കാർസിനോമ. അത് നമ്മൾ ഫിക്സ് ചെയ്ത് നോൺ കാർസിനോമയാണെന്നുള്ളത്. അപ്പോൾ ഇത് പഠിച്ചു വെക്കണം, അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ഈ ബിറാറ്റ്സ് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം പറയണത് ലൈക്ക് ബ്രസ്റ്റ് ഇമേജിംഗ് റിപ്പോർട്ടിംഗ് ആൻഡ് ഡാറ്റ സിസ്റ്റം. ബ്രസ്റ്റ് ഇമേജിംഗ് റിപ്പോർട്ടിംഗ് ആൻഡ് ഡാറ്റ സിസ്റ്റം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. അതുപോലെ ഗ്രേഡ് 0 എന്ന് പറഞ്ഞാൽ എന്താ? നോ ഫെർദർ ഇമേജിംഗ്. ഗ്രേഡ് 1 ഉണ്ട്. ഗ്രേഡ് 0 എന്ന് പറഞ്ഞാൽ നോ ഫെർദർ ഇമേജിങ്. അത് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ആണ്. അതുപോലെ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിനൈൻ ആണ്. 3 എന്ന് പറഞ്ഞാൽ പ്രോബബിലി ബിനൈൻ ആണ്. 4 അതായത് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്പീഷ്യസ് ഓഫ് കാർസിനോമ. 5 സജസ്റ്റീവ് ഓഫ് കാർസിനോമ. 6 എന്ന് പറഞ്ഞാൽ എന്താ? നോൺ കാർസിനോമ. അടുത്തതെന്ന് പറയുമ്പം നമ്മളിവിടെ പറയുന്നുണ്ട്, അതായത് നമ്മളിവിടെ ഗ്രേഡ് 3 ഉണ്ടല്ലോ, പ്രോബബിലി ബിനൈൻ ആണ്. അതായത് അത് 0 to 2% ആണ് അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കാറ്റഗറി 4 എടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ 4A, 4B, 4C എന്ന് പറയുന്നുണ്ട്. നമ്മൾ 0 to 2 ആണ് 3യിൽ വരുന്നത്. അപ്പം എന്താ? 2 to 10, 10 to 50,
50 to 95, അതായത് 4A എന്ന് പറഞ്ഞാൽ ലോ സസ്പീഷ്യസ് ആണ്. നമ്മൾ പറഞ്ഞു 4 എന്ന് പറഞ്ഞാൽ അവിടെ എന്താ, സസ്പീഷ്യസ് ഓഫ് കാർസിനോമയാണ്. അപ്പം ലോ സസ്പീഷ്യസ് ആണ്, ഇൻ്റർമീഡിയറ്റ് സസ്പീഷ്യസ് ആണ്, ഹൈ സസ്പീഷ്യസ് ആണ്. അതുപോലെ തന്നെ ഇപ്പം കാറ്റഗറി 5 ആണെങ്കിൽ ഹൈലി സജസ്റ്റീവ്, അതായത് ഗ്രേറ്റർ ദാൻ 95% ആണ് അതിൻ്റെ എന്തെന്ന് പറയണത്, പ്രോബബിലിറ്റി എന്ന് പറയണത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി അടുത്തത് ഇത് ചെയ്യാനുള്ള ഇൻഡിക്കേഷൻസ് എന്താ? നമ്മൾ പൊതുവേ നമുക്കറിയാം സ്ക്രീനിങ് മാമോഗ്രഫി ഉണ്ട്, അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് മാമോഗ്രഫി ഉണ്ട്. സ്ക്രീനിങ് മാമോഗ്രഫി ഉണ്ട്, ഡയഗ്നോസ്റ്റിക് മാമോഗ്രഫി ഉണ്ട്. ഈ സ്ക്രീനിങ് മാമോഗ്രഫി എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ സ്ക്രീനിങ് പർപ്പസ്, അതായത് മെയിൻലി സ്ക്രീനിങ് പർപ്പസിനാണ്. ഇറ്റ്സ് ഡൺ ആഫ്റ്റർ 40 years, അതായത് 40 വയസ്സിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. ഈ ഏർലി സ്ക്രീനിങ് ഈസ് ഇൻഡിക്കേറ്റഡ്. എന്തുകൊണ്ടാണ് നമുക്ക് നേരത്തെ നമ്മൾ എന്തിനാണ് ഈ സ്ക്രീനിങ് ചെയ്യുന്നത്? അതായത് പൊതുവെ ഇത് ചെയ്യുന്നത് 40 വയസ്സിന് മുകളിലാണ്. ഏർലി സ്ക്രീനിങ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ചിലപ്പോൾ അവരുടെ ഫാമിലി ഹിസ്റ്ററീസ് ഉണ്ടാവാം കാർസിനോമ, അതായത് അവരുടെ അമ്മയ്ക്കോ ചേച്ചിക്കോ മക്കൾക്കോ അങ്ങനെ ഫാമിലി ഹിസ്റ്ററി വരുന്ന സമയം, അല്ലെങ്കിൽ ഹിസ്റ്റോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടാകുന്ന സമയം ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഏർലി സ്ക്രീനിങ് ചെയ്യുന്നത്. അതുപോലെ മാമോഗ്രഫി ബിഫോർ 35 years, അതായത് 35 വയസ്സിന് മുന്നേ, അതായത് ഇറ്റ്സ് നോട്ട് ഡൺ, പൊതുവെ ചെയ്യാറില്ല. 35 വയസ്സിന് മുന്നേ പൊതുവെ ചെയ്യാറില്ല. ഇഫ് എന്തെങ്കിലും നമ്മളൊരു ലംബൊക്കെ അല്ലെങ്കിൽ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാമോഗ്രഫി ചെയ്യാറുള്ളൂ. അതുപോലെ സ്ക്രീനിങ് ഇസ് ഡൺ ഇൻ അസിംപ്റ്റമാറ്റിക് ഫീമെയിൽ വെയർ ഈവൻ ക്യാൻസർ ഈസ് സസ്പെക്റ്റഡ്, അതായത് ക്യാൻസർ സസ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്ലിനിക്കൽ ഫൈൻഡിങ്സ് വരിക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പൊതുവെ എസിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ഫീമെയിൽസിലൊക്കെ ചെയ്യുന്നത്. അതായത് മെയിൻലി ഇത് ചെയ്യുന്നത് ഗ്രേറ്റർ ദാൻ 14 years, അതായത് മോർ ദാൻ 14 years ഉള്ളവർക്കാണ്. അഥവാ ചെറിയ അതായത് 35 താഴെ ഉള്ളവർക്ക് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നിക്കലും ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവണം, അല്ലെങ്കിൽ എന്തെങ്കിലും സൈൻസ് സിംറ്റംസ്, അതായത് സജസ്റ്റീവ് ഫോർ കാർസിനോമ സസ്പെക്ട് ചെയ്യുന്ന സമയത്തുമാണ് നമ്മളത് ചെയ്യുന്നത്. അടുത്തത് ഡയഗ്നോസ്റ്റിക് മാമോഗ്രഫി, അതായത് നമുക്കറിയാം എന്തിനാ, ഒന്ന് നമ്മൾ സ്ക്രീനിങ് മാമോഗ്രാഫി, രണ്ടാമത് ഡയഗ്നോസ്റ്റിക് മാമോഗ്രാഫി എന്തിനാ, ഡയഗ്നോസ് ചെയ്യാൻ. സ്ക്രീനിങ് മാമോഗ്രാഫി എന്തിനാ, സ്ക്രീനിങ്ങിന്. അപ്പം ഡയഗ്നോസ്റ്റിക് മാമോഗ്രാഫി ഈസ് ടു ഡൺ ദ പേഷ്യൻറ്റ് ടു എവാലുവേറ്റ് ദ എന്താ നമുക്കറിയാം എക്സിസ്റ്റിംഗ്, അവർക്ക് ഞാൻ പറഞ്ഞു ക്ലിനിക്കലി എന്തുണ്ടാവും, ഫീച്ചേഴ്സ് ഉണ്ടാവും. അതായത് നമുക്ക് ചിലപ്പോൾ അൾസറേഷൻസ്, പ്യൂഡി ഓറഞ്ച് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ബ്രസ്റ്റ് ഡിസീസ് ലൈക്ക് ലംബ് ഉണ്ടാവാം, നിപ്പിൾ ഡിസ്ചാർജസ് ഉണ്ടാവാം. അതുപോലെ ഇഫ് പേഷ്യൻറ്റ് ഹു ഹാഡ് ബ്രസ്റ്റ് കൺസർവേറ്റീവ് സർജറി ഏർലിയർ, അതൊക്കെ ചെയ്യുന്നവർക്കാണ് നമ്മൾ ഈ ഡയഗ്നോസ്റ്റിക് മാമോഗ്രാഫി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്ത ഇൻഡിക്കേഷൻസ് ആണ് നമുക്കറിയാം ഒബിയസ് പേഷ്യൻസ്, അതുപോലെ whenever conservative breast surgeries are planned to find out spread or de novo tumors in the opposite breast, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതെല്ലാം എന്തെന്ന് പറയുന്നത് ഇൻഡിക്കേഷൻ. അതുപോലെ അടുത്താണ് മാമോഗ്രഫീസ് ഗൈഡഡ് ബയോപ്സി ക്യാൻ ബി ഡൺ. അതുപോലെ തന്നെ ഇവാലുവേഷൻ ആൻഡ് ഫോളോ അപ്പ് ഇൻ ബിനൈൻ ബ്രസ്റ്റ് ഡിസീസ് വിത്ത് മാലിഗ്നന്റ് പൊട്ടൻഷ്യൽ. അതുപോലെ തന്നെ ഫോളോ അപ്പ് മാമോഗ്രാഫി ആഫ്റ്റർ കൺസർവേറ്റീവ് ബ്രസ്റ്റ് സർജറി വെൻ നീഡഡ്. അതുപോലെ തന്നെ മാസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ പെയിന്, അതായത് നമ്മുടെ ബ്രസ്റ്റ് റീജൻസിൽ ഉണ്ടാകുന്ന പെയിനാണ് മാസ്റ്റാൾജിയ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ മാമോഗ്രഫി ചെയ്യാനുള്ള ഇൻഡിക്കേഷൻസ്. സ്ക്രീനിങ് ഉണ്ട്, ഡയഗ്നോസ്റ്റിക് ഉണ്ട്, ഒബിയസ് പേഷ്യൻസിലുണ്ട്. ഇനി കൺസർവേറ്റീവ് ബ്രസ്റ്റ് സർജറി പ്ലാൻ ചെയ്യുന്നുള്ളവർക്ക്, മാസ്റ്റാൾജി ഉള്ളവർക്ക്, അതുപോലെ തന്നെ ഫോളോ അപ്പ്, ഈ മാമോഗ്രഫി ഫോളോ അപ്പ് ആഫ്റ്റർ കൺസർവേറ്റീവ് ബ്രസ്റ്റ് സർജറി, അതൊരു 4 എണ്ണമെങ്കിലും മിനിമം പഠിച്ചു വെച്ചാൽ മതി. ഇൻഡിക്കേഷൻസ് ഫുള്ളൊന്നും പഠിക്കണം എന്നില്ല, നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ പറ്റാം. അതായത് എക്സാമിൻ്റെ സമയം കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് 3-4 പോയിൻറ്റ്സ് എഴുതാനുള്ള രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി. ടൈം ഉണ്ടെങ്കിൽ എന്തായാലും എല്ലാം പഠിക്കണം. അടുത്ത ജസ്റ്റ് ഒരു കുഞ്ഞു നോട്ട് പോലെയാണ്, അതായത് 5% ഓഫ് ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ആർ മിസ്ഡ് ഇൻ ടോട്ടൽ മാമോഗ്രാഫിക് സ്ക്രീനിങ്. അതായത് നമ്മൾ എന്ത് മാമോഗ്രാഫിക് സ്ക്രീനിങ് ചെയ്തു, ടോട്ടൽ മാമോഗ്രഫി, അതായത് നമ്മൾ കുറേ മാമോഗ്രഫി ചെയ്തു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതായത് 5% ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ഇപ്പോൾ മിസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് നമുക്ക് കണ്ടെത്താൻ പറ്റണമെന്നില്ല. അതായത് ബ്രസ്റ്റ് ഇമേജിംഗ് റിപ്പോർട്ടിംഗ് ആൻഡ് ഡാറ്റ സിസ്റ്റം, അതായത് ബിറാറ്റ്സ് ഉണ്ടല്ലോ, ഹാവ് ഗോട്ട് ഇറ്റ്സ് ഓൺ കാറ്റഗറീസ്, അസസ്മെൻറ്റ് ആൻഡ് റെക്കമെൻഡേഷൻ. അതൊക്കെ അതിന് സ്വന്തമായിട്ട് എന്തുണ്ട്, അസസ്മെൻറ്റ് അതുപോലെ റെക്കമെൻഡേഷൻ, ഓൺ കാറ്റഗറീസ്, അസസ്മെൻറ്റ് ആൻഡ് റെക്കമെൻഡേഷൻസ് ഉണ്ട് ബിറാറ്റ്സ്. അതുപോലെ തന്നെ കണ്ടീഷൻ വെൻ ലംപ് ഈസ് ക്ലിനിക്കലി നോട്ട് പാൽപ്പബിൾ ബട്ട് മാമോഗ്രാം ഷോസ് ഐഡൻറ്റിഫൈ കാർസിനോമ ഈസ് ഐഡിയൽ ഫോർ ബ്രസ്റ്റ് കൺസർവേറ്റീവ് സർജറീസ്. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ മാമോഗ്രഫി ഷുഡ് ബി, നമുക്കറിയാം മാമോഗ്രഫി നമ്മൾ ചെയ്യുന്നത് പൊതുവെ 1 week ആഫ്റ്റർ മെൻസ്ട്രുവേഷൻ ആണ്, നോട്ട് ജസ്റ്റ് ബിഫോർ മെൻസ്ട്രുവേഷൻ. അതൊന്ന് ജസ്റ്റ് എഴുതി വെക്കുക, അത് ജസ്റ്റ് നോട്ടാണ്, നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. മാമോഗ്രഫി ചെയ്യുന്നത് ഷുഡ് ബി ഡൺ 1 week ആഫ്റ്റർ മെൻസ്ട്രുവേഷൻ, നോട്ട് ജസ്റ്റ് ബിഫോർ ദ മെൻസ്ട്രുവേഷൻ. അതുപോലെ തന്നെ അടുത്തൊരു കുഞ്ഞു ടേമാണ് സീറോ മാമോഗ്രഫി. സീറോ മാമോഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇറ്റ്സ് നത്തിങ് ബട്ട് ഇതെന്താ ഈസ് സെയിം ആസ് അബൌ, അതായത് മാമോഗ്രഫി പോലെ തന്നെയാണ്. ബട്ട് ഹിയർ ഇസ് എ ഫോട്ടോ കണ്ടക്ടർ ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് എ ഫൈനൽ ഇമേജ് ഓൺ എ സെലീനിയം പേപ്പർ റാദർ ദാൻ ഓൺ എൻ എക്സ്റേ ഫിലിം. അതായത് എക്സ്റേ ഫിലിമിന് പകരം അവിടെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, അവർ സെലീനിയത്തിൻ്റെ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് എൻഹാൻസ്മെൻറ്റ് എഫക്റ്റ്, അതായത് ദെർഫോർ യൂസ്ഫുൾ ഇൻ ഡെൻസ് ബ്രസ്റ്റ്. നമുക്കറിയാം നമ്മുടെ ബ്രസ്റ്റ് ഭയങ്കര ഡെൻസ് ആയിട്ട്, അതായത് നമ്മൾ ഏജ്, അതായത് പൊതുവേ ഈ മാമോഗ്രഫി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 14 ഇയേഴ്സിലാണ് കുറച്ചുകൂടി നമുക്ക് വൃത്തിയായിട്ട് ബിനൈൻ കണ്ടീഷൻസ്, അങ്ങനെയുള്ള കണ്ടീഷൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾക്ക് ഇപ്പം ഗൂഗിളൊക്കെ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. അതായത് നമ്മുടെ ബ്രസ്റ്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ ഇത് ബ്രസ്റ്റ് ആണെങ്കിൽ അതിലെ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെൻസ് ആയിട്ട് കാണാം, അത് നോർമലാണ്. പക്ഷേ നമ്മൾ അതെന്ത് വിചാരിക്കും, ഇനി ഇതാ അത് ബിനൈൻ കണ്ടീഷൻസ് വല്ലതും ആണോ, മാലിഗ്നൻ കണ്ടീഷൻസ്, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഗ്രേറ്റർ ദാൻ 14 ഇയേഴ്സ് ആകുമ്പോഴാണ് ഇത് കൂടുതലും നമ്മൾ ചെയ്യണമെന്നും കൂടെ പറയുന്നത്. അപ്പം യൂസ്ഫുൾ ഇൻ ഡെൻസ് ബ്രസ്റ്റ് ടിഷ്യൂ, അതായത് നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ മാമോഗ്രഫി ഡെൻസ് ബ്രസ്റ്റ് ടിഷ്യൂ ആണെങ്കിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല, അതിൻ്റെ ഉള്ളിൽ ഏതാണ്, എല്ലാം ഇങ്ങനെ ഡെൻസ് ആയിട്ടിരിക്കും. അപ്പോൾ അത് നോർമലായിട്ടുള്ളത് ഏതാണ്, അതുപോലെ തന്നെ ഫൈബ്രോയിഡിനോമ ലൈക്ക് അങ്ങനെ ബിനൈൻ കണ്ടീഷൻസ് ഏതാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ദെയർഫോർ യൂസ്ഫുൾ ഇൻ ഡെൻസ് ആയിട്ടുള്ള ബ്രസ്റ്റ്. ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, എക്സ്പോഷർ ടു ഹൈ റേഡിയേഷൻ ഡോസാണ്. അതുപോലെ സെലീനിയം പ്ലേറ്റ്സ് ഈസ് നീഡഡ്. നമ്മൾ പറഞ്ഞു ഇവിടെ എക്സ്റേ ഫിലിമിന് പകരം സെലീനിയത്തിൻ്റെ ഇതാണ് യൂസ് ചെയ്യുന്നത്, സെലീനിയം പ്ലേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പോഷർ ടു റേഡിയേഷൻ നല്ല ഹൈ ഡോസാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ 0.1 ഗ്രേ മാത്രമേ യൂസ് ചെയ്യണുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു അത് സേഫ് ആണ്. ഇവിടെ ഹൈ റേഡിയേഷൻ എക്സ്പോഷർ ഉണ്ട്, അതുപോലെ തന്നെ സെലീനിയം പ്ലേറ്റ്സും നമുക്ക് ആവശ്യമുണ്ട്. മറ്റേത് എക്സ്റേ ഫിലിംസ് അല്ലേ, അതിനേക്കാൾ ഇവിടെ എന്ത് വേണം, സെലീനിയം പ്ലേറ്റ്സ് ഒക്കെ വേണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്തെന്നുള്ള മാമോഗ്രഫി എന്ന് പറയണത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, ഭയങ്കര സിമ്പിളാണ്, അറിയാലോ. പ്ലെയിൻ എക്സ്റേ ഫിലിമാണ്, സോഫ്റ്റ് ടിഷ്യൂസിന് എടുക്കണം. അത് ലോ വോൾട്ടേജും ഹൈ ആംബറേജ് ഉള്ളതാണ്. മെയിൻലി 2 വ്യൂ, അതായത് 2 ഫിലിംസ്, ക്രേനിയോ കോഡലും സൈഡ് ടു സൈഡ് മീഡിയോ ലാറ്ററലും. നമുക്കറിയാം 0.1 ഗ്രേ ആണ് യൂസ് ചെയ്യുന്നത്. അത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ ഡോസാണ്. അതുകൊണ്ട് തന്നെ സേഫ് ആൻഡ് എഫക്റ്റീവ് പ്രൊസീജിയേഴ്സ് ആണ്. ഇവിടെ നമുക്കറിയാം ഇത് മാലിഗ്നൻ്റ് ആണ്, ഇത് ബിനൈൻ ആണ്. ഇവിടെ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഒപ്പാസിറ്റിയുടെ കാര്യങ്ങൾ പറഞ്ഞേ, മാലിഗ്നൻ്റ് ആണെങ്കിൽ ഇറഗുലർ മാർജിൻ ആയിരിക്കും, ഹെറ്ററോജീനസ് ആയിരിക്കും, ഹൈ ഡെൻസിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം ഇത് അവിടെ ഉണ്ട് തിക്ക് ഹാലോ. അതുപോലെ ബിനൈൻ മാസസ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ആണെങ്കിൽ ബിനൈനിൽ എന്ത് കാൽസിഫിക്കേഷനാണ്, മാക്രോ കാൽസിഫിക്കേഷൻ ആയിരിക്കും. ഇവിടെ മൈക്രോ കാൽസിഫിക്കേഷൻ ആയിരിക്കും. അതെന്താ 0.5 mm, അതായത് 0.5 mm കുറവാണെങ്കിൽ അത് മൈക്രോ കാൽസിഫിക്കേഷൻ, മാലിഗ്നൻ കണ്ടീഷൻ. 0.5 mm കൂടുതലാണെങ്കിൽ ബിനൈൻ കണ്ടീഷൻ, അത് മാക്രോ കാൽസിഫിക്കേഷൻ. അറിയാലോ ഇവിടെ കണ്ട റെഗുലർ, ഹോമോജീനസ്, അതുപോലെ തന്നെ ലോ ഡെൻസിറ്റി, തിൻ ഹാലോ, ഇതാണ് ബിനൈൻ. മാലിഗ്നൻ ആണെങ്കിൽ ഹൈ ഡെൻസിറ്റി, തിക്ക് ഹാലോ, അതുപോലെ തന്നെ ഹെറ്ററോജീനസ്, ഇറഗുലർ. കണ്ടോ? പിന്നെ ബിറാഡ്സ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുന്നതാണ്. 0, 1, 2, 3, 4, 5, 6 ഇതെന്താ നീഡ് ഫർദർ ഇമേജിങ്. അതുപോലെ 1 എന്ന് പറഞ്ഞാൽ എന്താ നെഗറ്റീവാണ്, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിനൈൻ ആണ്, 3 എന്ന് പറഞ്ഞാൽ പ്രോബബ്ലി ബിനൈൻ ആണ്, 4ാമത് എന്താ സസ്പീഷ്യസ് ഓഫ് കാർസിനോമ, ഹൈലി സജസ്റ്റീവ് ഓഫ് കാർസിനോമ, നോൺ കാർസിനോമ. ഇങ്ങനെ ഓർഡർ ഇല്ല, നെഗറ്റീവ്, ബിനൈന്, പ്രോബബ്ലി ബിനൈന്, കാർസിനോമ. അതായത് ആദ്യം നെഗറ്റീവാണ്, പിന്നെ സിവിയർ ആയിട്ടുള്ള കേസ് ഏതാ, ബിനൈൻ, പിന്നെ പ്രോബബ്ലി ബിനൈൻ ആയിരിക്കും. അതായത് കാർസിനോമ ആവാണ്ടിരിക്കാനുള്ള ചാൻസസ് ഇല്ല, പക്ഷേ പ്രോബബ്ലി ബിനൈൻ ആയിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് മാമോഗ്രഫി ആഫ്റ്റർ 6 months ചെയ്യുന്നത്. ബിനൈൻ എന്നുള്ള കേസസിൽ നമ്മളത് മാലിഗ്നൻ്റ് ആവുമെന്ന് പേടിച്ചിട്ടാണ് റിപ്പീറ്റഡ് മാമോഗ്രഫി ആഫ്റ്റർ 1 year ചെയ്യുന്നത്. ഓർക്കുന്നുണ്ടല്ലോ. പിന്നെ സസ്പീഷ്യസ് ഓഫ് കാർസിനോമ അങ്ങനെ. പിന്നെ 4ന്റെ കേസിലാണെങ്കിൽ നമ്മളിവിടെ A-B-C ഉണ്ട്. ലോ സസ്പീഷ്യസ്, ഇൻ്റർമീഡിയറ്റ് സസ്പീഷ്യസ്, ഹൈ സസ്പീഷ്യസ്. 2 to 10, 10 to 50, 50 to 95. ഇപ്പം ഇനി ഗ്രേഡ് 5 വന്നാൽ മോർ ദാൻ 5. ജസ്റ്റ് സ്ക്രീനിങ് മാമോഗ്രഫി ഉണ്ട്, അതുപോലെ ഡയഗ്നോസ്റ്റിക് മാമോഗ്രഫി ഉണ്ട്. സ്ക്രീനിങ് എന്തിനാ, സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട്. ഡയഗ്നോസ്റ്റിക് എന്തിനാ, നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് മോർ ദാൻ 14 ചെയ്യാറ്. ഫാമിലി ഹിസ്റ്ററിയും അതുപോലെ ഹിസ്റ്റോളജിക്കൽ ഹിസ്റ്ററി അങ്ങനെയുള്ളവർക്കാണ് ഇത് കൂടുതലും ചെയ്യുന്നത്. അതുപോലെ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻസർ സസ്പെക്ട് ചെയ്യുന്നത്, അവർക്ക് ക്യാൻസറിൻ്റെ രീതിയിൽ വരുന്നുള്ള ക്ലിനിക്കൽ സിംറ്റംസ് എല്ലാം ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് പ്യൂഡി ഓറഞ്ച്, അൾസറേഷൻസ്, അതുപോലെ തന്നെ നിപ്പിൾ ഡിസ്ചാർജസ്, നിപ്പിൾ റിട്രാക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മാമോഗ്രഫി എടുക്കാം. OBS അടുത്ത ഇൻഡിക്കേഷൻ OBS വെനവർ അത് കൺസർവേറ്റീവ് ബ്രസ്റ്റ് സർജറി, മാസ്റ്റാൾജിയ, അങ്ങനെ കുറച്ച് ഓർത്ത് വയ്ക്കാം. പിന്നെ നമുക്കറിയാം ടോട്ടൽ മാമോഗ്രഫിക് സ്ക്രീനിങ്ങിന് 5% എന്തായിരുന്നു ഇപ്പോൾ മിസ്സായി പോകുന്നുണ്ട്.
പിന്നെ ഇതുണ്ടാ 1 വീക്ക് ആഫ്റ്റർ ദ മെൻസ്ട്രേഷൻ ആണ്, നോട്ട് ജസ്റ്റ് ബിഫോർ ദ മെൻസ്ട്രേഷൻ. പിന്നെ ഇതറിയാലോ സീനോ മാമോഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി സെലീനിയം എന്നാലോക്കുക, സെലീനിയം പ്ലേറ്റിൽ വെച്ചിട്ട് ഫോട്ടോ കണ്ടക്ടേഴ്സിന് വെച്ച് ചെയ്യുന്നതാണ്. പിന്നെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എഡ്ജ് എൻഹാൻസ്മെൻറ്റ്, അതായത് നമുക്കറിയാം ബ്രസ്റ്റ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഫുള്ള് കണ്ടൻസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടൻസ്ഡ് ആണെന്ന് തെറ്റിദ്ധരിക്കും, അതായത് ഫൈബ്രോഅഡിനോമ ആയിരിക്കും, അല്ലെങ്കിൽ നോർമൽ ഡെൻസ് ആയിട്ടുള്ള ബ്രസ്റ്റ് ആയിരിക്കാം, പക്ഷേ അത് നമ്മൾ ഫൈബ്രോഅഡിനോമയാണെന്ന് ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ച് പോകും. അങ്ങനെയുള്ള കേസുകൾ ഒഴിവാക്കാം. നമുക്ക് എഡ്ജ് എൻഹാൻസ്മെൻറ്റ്സ് എഫക്റ്റ് ദെയർഫോർ യൂസ്ഫുൾ ഇൻ ഡെൻസ് ബ്രസ്റ്റ്. ഡിസഡ്വാൻറ്റേജ് നമുക്കറിയാം സെലീനിയം ആണ്, അപ്പോൾ സെലീനിയം പ്ലേറ്റ് കുറേ വേണ്ടി വരും. അതുപോലെ തന്നെ എക്സ്പോഷർ ടു ഹൈ റേഡിയേഷൻ, മറ്റേ എന്തിനാണ് 0.1 ഗ്രേ. അപ്പം ഇത്രയേ ഉള്ളൂ, കുഞ്ഞൊരു ടോപ്പിക്കാണ്. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.